وآتوا النساء صدقاتهن نحلة فإن طبن لكم عن شيء منه نفسا فكلوه هنيئا مريئا وآتوا النساء സ്ത്രീകൾക്ക് നിങ്ങൾ നൽകുക സ്വദുഖാതിഹിന്ന അവരുടെ വിവാഹ മൂല്യങ്ങൾ നൽകുക നിഹ്ലതൻ നല്ല മനസ്സോടെ നൽകുക ഫഇൻ തിബ്ന ലക്കും ഇനി അവർ സംതൃപ്തിയോടെ നൽകിയാൽ അൻ ശൈഇൻ മിൻഹു നഫ്സാ അതിൽ നിന്നും വല്ലതും സംതൃപ്തിയോടെ നിങ്ങൾക്ക് നൽകിയാൽ ഫകുലൂഹു ഹനീഅം മരീആ നിങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും നിങ്ങൾ അത് ഉപയോഗിച്ചുകൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കടമ വിവരിക്കുകയാണ്. ഭർത്താക്കന്മാർക്കുള്ള കടമ മാത്രമല്ല, മറ്റ് മുഴുവൻ ജനങ്ങൾക്കും ഒരു വധുവിനോടുള്ള കടമ കൂടിയാണ് വിവരിക്കുന്നത്. ഇബ്നു അബി ഹാത്തിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു, ജാഹിലിയ്യ കാലഘട്ടത്തിൽ ചിലർ പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുത്തതിനു ശേഷം അവരുടെ വിവാഹ മൂല്യം കൈക്കലാക്കുമായിരുന്നു. ഇതിനെ നിരോധിച്ചുകൊണ്ടാണ് അല്ലാഹു ഈ ആയത്തിലൂടെ പറഞ്ഞത്, വആതുൻ നിസാ അല്ലയോ പുരുഷന്മാരെ, നിങ്ങളെല്ലാവരും സ്ത്രീകൾക്ക് നൽകണം സദഖാതിഹിൻ അവരുടെ മഹറിനെ നിങ്ങൾ നൽകണം. അതുപോലെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ മഹറൊന്നുമില്ലാതെ വിവാഹം കഴിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് പുരുഷന്മാരോട് അല്ലാഹു പറയുന്നു, നല്ല മനസ്സോടെ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മഹർ നൽകുക. വആതുൻ നിസാഅ സ്വദഖാതിഹിന്ന നിഹ്ല അതുപോലെ മറ്റുള്ളവരോടും പെണ്ണിന്റെ രക്ഷകർത്താക്കളോട് മറ്റെല്ലാവരോടും പറയുന്നു, സ്ത്രീയുടെ മഹർ നിങ്ങൾ കൈയടക്കരുത്, അത് അവരുടെ അവകാശമാണ്. വആതുൻ നിസാഅ സ്വദഖാതിഹിന്ന നിഹ്ല അവരുടെ മഹറിനെ നിങ്ങൾ നല്ല നിലയിൽ സന്തോഷത്തോടുകൂടി കൊടുക്കേണ്ടതാണ്. മഹർ സ്ത്രീയുടെ അവകാശമാണ്. അത് തരാതെ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വരില്ല എന്ന് പറയാൻ സ്ത്രീകൾക്ക് അവകാശം പോലുമുണ്ട്. ഭർത്താവിന്റെ കൽപ്പനകളെല്ലാം അനുസരിക്കൽ നിർബന്ധമാണെങ്കിലും ഈ വിഷയത്തിൽ കടുത്ത സമീപനം സ്വീകരിക്കാൻ പോലും സ്ത്രീകൾക്ക് അനുവാദമുണ്ട്. وآتوا النساء صدقاتهن വിവാഹത്തിന്റെ സമയത്തത് പറഞ്ഞാലും ശരി, അല്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിലും ശരി, وآتوا النساء
صدقاتهن نحلة സ്ത്രീകൾക്ക് അവരുടെ മഹർ വിവാഹമൂല്യം നല്ല മനസ്സോടെ കൃത്യമായ നിലയിൽ നിങ്ങൾ കൊടുക്കണം. അത് മാന്യമായൊരു മൂല്യമായിരിക്കണം. അതിൽ സ്ത്രീയുടെ മഹത്വം, അതുപോലെ നിങ്ങളുടെ ശേഷി, ഇതെല്ലാം പരിഗണിച്ചിരിക്കണം. വെറും ആളുകളെ കാണിക്കാൻ വേണ്ടി കുറെ മഹർ പറഞ്ഞ് എന്നിട്ട് കൊടുക്കാതിരിക്കുന്ന പ്രവണതയുണ്ടാകരുത്. അതുപോലെ മഹർ കൊടുത്തു കഴിഞ്ഞ് അതിന്റെ പേരിൽ പെരുമയടിക്കുകയും ഞാൻ അത്ര തന്നില്ല, ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയാനും അവകാശമില്ല. وآتوا النساء صدقاتهن نحلة فإن طبن لكم عن شيء منه نفسا فكلوه هنيئا مريئا. രണ്ടാമതായിട്ട് അല്ലാഹു പറയുന്നു, ഇനി ഭർത്താവിന് വല്ല ആവശ്യവും വന്നു, അല്ലെങ്കിൽ ആവശ്യം വന്നില്ല, സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം അവരുടെ മഹറിനെ ഭർത്താവിന് തിരിച്ചുകൊടുത്തു, അല്ലെങ്കിൽ അതിലൊരു ഭാഗം കൊടുക്കുകയുണ്ടായി, അല്ലെങ്കിൽ ഭർത്താവ് ഇത്ര മഹർ നൽകാമെന്ന് പറഞ്ഞു, സ്ത്രീ പറഞ്ഞു എനിക്ക് അത്രയും വേണ്ട, ഇത്രയും മതി എന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ പറയുന്നത് നല്ല മനസ്സോടുകൂടിയായിരിക്കണം, സമ്മർദ്ദത്തിലാകാൻ പാടില്ല. തിരിച്ചു മറിച്ച് പെണ്ണിനെ കൊണ്ടുവന്ന് ഊപ്പാടാക്കാനും പാടില്ല. فإن طبن لكم عن شيء منه نفسا പരിപൂർണ സംതൃപ്തിയോടെ ഒരു സ്ത്രീ അതിൽ നിന്നും വല്ലതും നിങ്ങൾക്ക് ദാനം നൽകിയാൽ ഫകുലൂഹു ഹനീഅം മരീആ, നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾ ഉപയോഗിച്ചുകൊള്ളുക. ഇവിടെ തിരിച്ച് സ്ത്രീ സംതൃപ്തിയില്ലാതെ വല്ലതും തന്നാൽ അത് സ്വീകരിക്കാൻ പാടില്ല. അവള് തന്നതാണ്, അവൾ ഒപ്പിട്ടിട്ടുണ്ട്. മനസ്സില്ല മനസ്സോടെ, അല്ലെങ്കിൽ നിർബന്ധിത സാഹചര്യം, നിർബന്ധിതമായ ഗതിമുട്ടിക്കൊണ്ട് സ്ത്രീ എന്നല്ല ആരും നൽകിയാലും അത് ശരിയാകുന്നതല്ല. ഇന്നത്തെ കാലഘട്ടത്തിലെ വലിയ ശാപമായ സ്ത്രീധനം, അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട് ധാരാളം ഉപഹാരങ്ങൾ, ഗിഫ്റ്റുകൾ, സാമ്പത്തിക സഹായങ്ങൾ ആളുകൾ ചെയ്യാറുണ്ട്. ശരിക്കും മനസ്സിലാക്കണം, പിടിച്ചു വലിച്ചാണത് മേടിക്കുന്നതെങ്കിൽ നിഷിദ്ധമാണ്, പാപമാണ്, തെണ്ടിത്തരമാണ്. അതുപോലെ മനസ്സില്ലാതെ മനസ്സോടുകൂടിയാണ് തരുന്നതെങ്കിലും അതും സ്വീകരിക്കാൻ പാടില്ല. ഞാൻ നിങ്ങൾക്ക് ഇത്ര തന്നില്ലേ, നിങ്ങൾ ഇത്രയും തരണം. കസേരയും മേശയും ഇട്ട് ആളുകൾ ഇരിക്കും, അതെല്ലാം എഴുതി വെക്കും. എന്നിട്ട് അടുത്ത പരിപാടിക്ക് തിരിച്ചു ചോദിക്കും, തന്നില്ലെങ്കിൽ പിറ്റേന്ന് വീട്ടിൽ വന്ന് ചോദിക്കും. ഇതൊന്നും ദീനിലില്ല. എന്നാൽ ദീനിലുണ്ട് കഴിവിന്റെ പരമാവധി മറ്റുള്ളവരെ സഹായിക്കലുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു, മുൻഗാമികളായ മഹത്തുക്കൾ ചെയ്തിരുന്നു. പക്ഷെ അതിനെ സമുദായം എവിടെ നിന്നോ എത്തിക്കുകയുണ്ടായി. ആരെങ്കിലും വിവാഹം കഴിക്കുന്നു, അവർക്ക് എന്തെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുമായിരുന്നു. മുൻഗാമികൾ ജാതി മത വ്യത്യാസമില്ലാതെ സഹായം ചെയ്യും. അവരവരുടെ ഇഷ്ടത്തിൽ, അവരവരുടെ കഴിവിൽപ്പെട്ട കാര്യം. അന്ന് ഇത്ര തന്നു അതുകൊണ്ട് ഇത്ര തരണം, അല്ലെങ്കിൽ ഞാൻ ഇത്ര തന്നതുകൊണ്ട് ഇത്ര തരണം, ഒന്നുമില്ല.
ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് കടക്കുകയാണ്, അവൾക്ക് എന്തെങ്കിലും ഉപഹാരം കൊടുക്കണം. ഒരാൺകുട്ടി വിവാഹം കഴിക്കുകയാണ്, വലിയ ബാധ്യത ഏൽക്കാൻ പോകുകയാണ്. അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി അവർക്ക് എന്തെങ്കിലും സേവനങ്ങളും സഹായങ്ങൾ ചെയ്യൽ വളരെ നല്ല കാര്യം. പ്രത്യേകിച്ച് നമ്മളുടെ ബന്ധുക്കളിൽ ആരെങ്കിലും വിവാഹവുമായി ബന്ധപ്പെടുന്നു, അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം. അതിന് ദാനധർമ്മത്തിന്റെയും കൂലിയുണ്ട്, കുടുംബ ബന്ധത്തെ ചേർക്കുന്നതിന്റെയും കൂലിയുണ്ട്. 3 കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താൽപര്യത്തിൽ മറ്റുള്ളവരെ സഹായിക്കുമായിരുന്നു. 1, വിവാഹം. ആരെങ്കിലും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, തങ്ങൾ ദുആ ചെയ്യും, അവർക്ക് എന്തെങ്കിലും ദാനം കൊടുക്കും. 2, സന്താനങ്ങൾ, മക്കളുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യും. മക്കളുണ്ടായി അവർക്ക് എന്തെങ്കിലും സേവനം ചെയ്യും. ആ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് പരിശ്രമിക്കും. ആരെങ്കിലും വീട് വെക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റുന്ന സഹായങ്ങൾ ചെയ്യുമായിരുന്നു, സഹാബികളെ പ്രേരിപ്പിക്കുമായിരുന്നു. മഹാന്മാരായ സഹാബാക്കളും ഇപ്രകാരം ചെയ്യുമായിരുന്നു, ഔലിയാക്കളും ഇപ്രകാരം ചെയ്യുമായിരുന്നു. വളരെ മനോഹരമായ ലളിതമായ ഈ ഒരു പുണ്യകർമ്മത്തെയാണ് ഇന്ന് ജനങ്ങൾ സ്ത്രീധനത്തിന്റെ പേരിൽ, നിർബന്ധദാനത്തിന്റെ പേരിൽ പേനയും പേപ്പറും പിടിച്ചിരുന്ന് എഴുതി നിർബന്ധിച്ച് ബഹളമുണ്ടാക്കി വഴക്കുണ്ടാക്കി മേടിക്കുന്നത്, ഒരു മനസ്സും ഇല്ലാതെ ആളുകൾക്ക് കൊടുക്കുന്നത്. സയ്യിദ് ഹസനി അക്കാദമി പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിഖ്ഹ് പണ്ഡിതനായ മൗലാന ഉബൈദുല്ലാ അസ്അദിയുടെ പരിപാടികളിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഇസ്ലാമിക നിയമം. അതിൽ മഹാനവറുകൾ പറയുന്നു, കഴിവിന്റെ പരമാവധി കല്യാണം കഴിക്കുന്നവരെ, രോഗികളെ, വീട് വെക്കുന്നവരെ, മറ്റുള്ളവരുടെ മക്കളുടെ വിദ്യാഭ്യാസങ്ങൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യം. പക്ഷെ അതിനെ നിർബന്ധമായി കാണുന്നത്, അത് നിർബന്ധിച്ച് മേടിക്കുന്നത് ഒരിക്കലും പാടില്ല. ആദരവായ റസൂലുള്ളാഹി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ആരുടെയും സമ്പത്ത് നല്ല മനസ്സോടുകൂടിയല്ലാതെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ലാ യഹില്ലു മാലു മുസ്ലിമിൻ ഇല്ലാ ബിത്വീബി ഖൽബിഹി ഔ നഫ്സിഹി. ഒരാളുടെ പരിപൂർണ സംതൃപ്തിയോടുകൂടിയുള്ള അനുമതിയില്ലാതെ ഒരാളുടെയും സമ്പത്ത് ഉപയോഗിക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ ബിസ്ക്കറ്റ് എടുക്കരുത്, മറ്റുള്ളവരുടെ പേസ്റ്റ് എടുക്കരുത്, മറ്റുള്ളവരുടെ സോപ്പ് ഉപയോഗിക്കരുത്. നല്ല മനസ്സോടുകൂടിയാണ് തരുന്നതെങ്കിൽ ഫകുലൂഹു ഹനീഅം മരീആ, നിങ്ങൾ സന്തോഷത്തോട് ഉപയോഗിച്ചുകൊള്ളിൻ, ആഹ്ലാദത്തോട് ഉപയോഗിച്ചുകൊള്ളിൻ. ഫകുലൂഹു, നിങ്ങൾ ഭക്ഷിക്കുക എന്നാണ് ഖുർആനിലുള്ളത്. ഭക്ഷിക്കുക എന്നത് സാധാരണ ഉപയോഗം ഭക്ഷണമായതുകൊണ്ടാണ്. ഭക്ഷണം മാത്രമല്ല, നിങ്ങൾ നല്ല സന്തോഷത്തോട് ഉപയോഗിച്ചുകൊള്ളിൻ. فإن طبن لكم عن شيء منه نفسا فكلوه هنيئا مريئا. അല്ലാഹു മറ്റുള്ളവരുടെ കടമകൾ നല്ല നിലയിൽ നിർവഹിക്കാൻ, മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ സന്തോഷത്തോടെ നിർവഹിക്കാൻ ഭാഗ്യം തരട്ടെ. അതുപോലെ ആരെങ്കിലും സന്തോഷത്തോടെ വല്ലതും നൽകിയാൽ അവർക്ക് താങ്ക്സ് പറഞ്ഞ്, നന്ദി പറഞ്ഞ്, ദുആ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനും അവർക്ക് നന്ദി രേഖപ്പെടുത്താനും പടച്ചവൻ ഉദവി നൽകുമാറാകട്ടെ.